ബഹുമാനായ KNMന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലീഫ സാഹിബ്, KNMന്റെയും മറ്റ് ഘടകങ്ങളുടെയും നേതാക്കളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, ഈ സമരം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസമായി രാജ്യ തലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാപ്പകൽ ഭേദമന്യേ പ്രതികൂലമായ കാലാവസ്ഥയിലും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങേണ്ടി വന്നത്? നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളെല്ലാം സംഘ് പരിവാരത്തിന്റെ അജണ്ടകൾക്കനുസരിച്ച് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീറ്റ് എക്സാമും അതുപോലെ CBSE എക്സാമിന്റെയും ഒക്കെ ക്രമക്കേടുകൾ അതിവ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ 22 വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലേറെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന 22 വിദ്യാർത്ഥികളാണ് അതിൽ മനം മടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ വീഴ്ചകളിൽ ഒന്നും ഒരു കുറ്റബോധവും തോന്നാതെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധാർഷ്ട്യം കൊണ്ട്, ധിക്കാരം കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് വളരെ മിനിമമായ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സമരം, ഈ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്? കഴിഞ്ഞ തവണ ഇതുപോലെ നീറ്റ് എക്സാം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഒരു കമ്മീഷനെ നിശ്ചയിക്കുകയുണ്ടായി. ആ കമ്മീഷൻ പരീക്ഷ വ്യവസ്ഥാപിതമായി നടത്തുന്നതിന് വേണ്ടി നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ആ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും പാലിക്കാതെ, ആ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും മുഖവിലക്കെടുക്കാതെ ഇത്തവണയും നീറ്റ് എക്സാം നടത്തുകയും അതിന്റെ ചോദ്യപേപ്പർ ചോരുകയും നിരവധി കുട്ടികളുടെ ഭാവി തന്നെ അവതാളത്തിലാക്കുകയും ചെയ്തു. ഒരേ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്രോണിക് ക്യാപിറ്റലിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മുതലാളിമാർക്ക് മാത്രമേ ഈ രാജ്യത്ത് വളരാൻ അവകാശമുള്ളൂ. അദാനിയും അംബാനിയുമാണത്. അവർക്ക് കൂട്ടിക്കൊടുക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന കേന്ദ്രമന്ത്രിസഭ. RSSന്റെ അജണ്ട തന്നെ അതാണ്. നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നാട്ടിലെ പിന്നാക്കക്കാരനും ദലിതനും ആദിവാസിയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അദാനിയുടെ പോക്കറ്റ് വീർക്കണം, അയാളുടെ നിക്ഷേപം വളരണം, അംബാനിയുടെ നിക്ഷേപം വളരണം. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ അവർക്കൊരു ഖേദവും ഇല്ലാത്തത്. ഏറ്റവും മിനിമം ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നതിന് എന്തുകൊണ്ടാണ് അവർ മുഖവിലക്കെടുക്കാത്തത്? അതൊരു ധിക്കാരമാണ്, അതൊരു ധാർഷ്ട്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും ഈ നാട്ടിലൊന്നും നടക്കാനില്ല, ആരും ഒന്നും ചോദിക്കാനില്ല എന്ന അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് അവരേറിയിരിക്കുന്നത്. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. ഈ കാലത്ത് ജൻസി, പുതിയ തലമുറ, അവർ പുറത്തിറങ്ങി നടത്തുന്ന ഈ വിപ്ലവകരമായ സമരം കേന്ദ്ര സർക്കാരിന്റെ അടിവേരറുക്കുന്നതാണ് എന്ന് അവരോർത്താൽ നല്ലത്. ഇതൊരു കനത്ത താക്കീതാണ്. ഈ സമരം നമ്മൾ ഉന്നയിച്ച, വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ അവസാനിപ്പിക്കുകയില്ല എന്നത് പ്രഖ്യാപിത നയമാണ്. 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. രണ്ടാമത്തേത് ജന്തർ മന്ദറിൽ ജനാധിപത്യപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ അതിനിഷ്ഠൂരമായി കയ്യേറ്റം ചെയ്ത, തല തല്ലിപ്പൊളിച്ച, ശരീരത്തെ ഭേദ്യം ചെയ്ത, പില്ലറ്റ് ഉപയോഗിച്ചവരുടെ ശരീരത്തിലേക്ക് വെടിയുണ്ട ഉതിർത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കനത്ത നടപടികൾ സ്വീകരിക്കണം. മൂന്നാമത്തേത് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളോട്, യുവജനങ്ങളോട് പ്രധാനമന്ത്രി മാപ്പ് പറയണം. കഴിഞ്ഞ 10-14 വർഷമായി ഈ രാജ്യം അനുഭവിക്കുന്ന ദുരിതമുണ്ട്. തൊഴിലില്ലായ്മ അതിന്റെ ഉന്നതിയിലാണ്. ഈ രാജ്യത്തെ യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, പലായനം ചെയ്യുകയാണ്, വിദേശങ്ങളിൽ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്നത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ജീവിക്കാൻ അനുകൂലമല്ലാത്തൊരു രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തിന് ഏൽപ്പിക്കുന്ന കളങ്കത്തിന് അറുതി വരുത്തേണ്ടതുണ്ട്. പ്രധാനമന്ത്രി അതിന് മാപ്പ് പറയണം, യുവാക്കളോട് മാപ്പ് പറയണം. ഈ രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ യുവാക്കളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 65% യുവാക്കളാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടത്, ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇവിടെയുള്ള യുവാക്കളാണ്.
ആ യുവാക്കൾക്ക് എതിരെയുള്ള നയനിലപാടുകളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം കടുത്ത വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകശിലാത്മകമായ ഒരു കാഴ്ചപ്പാടിലൂടെ RSS ഉയർത്തുന്ന ഹിന്ദു അധിഷ്ഠിതമായ, ഹിന്ദുത്വയിൽ അധിഷ്ഠിതമായ, ഹിന്ദുവിലല്ല, ഈ രാജ്യത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ഈ രാജ്യം ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സാഹോദര്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഫാസിസ്റ്റുകൾ അങ്ങനെയല്ല, അവർ ചോരക്കൊതിയന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട ഹിന്ദുത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുമുള്ള ആ പരിപാടികളിലേക്ക് അവർ നീങ്ങും. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന അജണ്ട ഉയർത്തിയവരാണ് അവർ. ഇപ്പോൾ അവരവിടെ എത്തി അയോധ്യയിലെ സമ്പത്ത് കൊള്ള ചെയ്തുകൊണ്ട് ആ സമ്പത്ത് കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുടെ വികാരത്തിന് മേൽ കനത്ത മുറിവേൽപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കടിഞ്ഞാണിടേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മാന്യമായി ഇത് ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ചർച്ച ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ചർച്ചയ്ക്കായി കടന്നുപോയ പ്രതിപക്ഷ നേതാവിനെ ഭേദ്യം ചെയ്യുകയും തെരുവിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോവുകയും ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് പോലും കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരായ നമ്മൾ നമ്മുടെ വോട്ട് കൊണ്ട്, നമ്മുടെ അധികാരം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണത്. ആ സർക്കാർ ജനക്ഷേമ പ്രവർത്തനത്തിനാണ് നിലകൊള്ളേണ്ടത്. ഇതവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം ഈ രാജ്യത്തുടനീളം അലയടിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. BJPയുടെ വിദ്യാർത്ഥി വിരുദ്ധ, യുവജന വിരുദ്ധ അജണ്ടകൾ അവർ മടക്കിക്കെട്ടണം എന്നതാണ് ഈ തലമുറ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള നാട്ടുകാരെ, ഈ സമരത്തിൽ നിങ്ങളും പങ്കുചേരണം. ഇത് ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള സമരമാണ്. നാളെയും ഈ രാജ്യം ഇതേ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യ എന്ന ആശയം, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹിതമായ സാഹോദര്യം ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഈ ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുക തന്നെ വേണം. അതിനുവേണ്ടി ഈ സമരത്തെ നമ്മൾ ഏറ്റെടുക്കുകയും ഈ സമരത്തോട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കുമോ അതിനൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുകയും വേണം എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പ്രതിഷേധ സമരത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി. ജയ് ഹിന്ദ്.